നമ്മുടെ മനസ്സിന് ഒരു രോഗം വന്നാൽ, ഏതെങ്കിലും വല്ല തിന്മകളിലേക്കും നമ്മൾ അകപ്പെട്ടു പോയാൽ, അത് നമ്മുടെ ജീവിതത്തെ സമൂലമായും സമഗ്രമായും എല്ലാ കാര്യങ്ങളെയും, ഒരു രോഗം ഒരു വ്യക്തിയുടെ ജീവിതത്തെ എത്രമാത്രം പ്രതികൂലമായി ബാധിക്കുന്നുവോ, അവൻ്റെ എന്തെല്ലാം കാര്യങ്ങളെ അതില്ലാതാക്കുന്നുവോ, ഇതുപോലെ തന്നെ നമ്മളുടെ മനസ്സിനെ ബാധിക്കുന്ന ഇത്തരം രോഗങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളെയും നശിപ്പിച്ചു കളയുമെന്ന് ഉറപ്പാണ്. ഇങ്ങനെ സ്വന്തം നാശത്തിലേക്ക് വഴിയൊരുക്കി മുന്നോട്ട് പോകുമ്പോഴും ഞാൻ നശിക്കുകയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തവരെക്കുറിച്ച് നമുക്ക് എന്ത് പറയാനാവും? അതുകൊണ്ട് നമ്മളെപ്പോഴും ആലോചിക്കുക, അള്ളാഹുവിന് ചില ഹിമകളുണ്ട്, ചില അതിർവരമ്പുകളുണ്ട്. എല്ലാ രാജാക്കന്മാർക്കുമുണ്ട് അവരുടെ രാജ്യവിസ്തൃതികൾക്ക് ചില അതിർത്തികൾ. അള്ളാഹു വെച്ചിട്ടുള്ള അതിർത്തി ഏതാണ്? മഹാരിമു, അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ ബൗണ്ടറി നമ്മൾ ലംഘിക്കരുത്. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന, നാം കടക്കരുതെന്ന് പറഞ്ഞ സോണിലേക്ക്, മേഖലയിലേക്ക് നാം കടക്കരുത്. അവിടേക്ക് നമ്മൾ കടന്നാൽ അത് നിരോധിക്കുന്നതിൻ്റെ പിന്നിൽ എന്തെല്ലാം താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും നമുക്ക് ഗുണകരമായ എന്തെല്ലാം കാര്യങ്ങളുമുണ്ടോ, അതെല്ലാം നമുക്ക് താളം തെറ്റിപ്പോവും. നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? മാറ്റപ്പെടും. അതുകൊണ്ട് അത്തരം നിഷിദ്ധങ്ങളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. അത് വല്ലതും വന്നുപോയാൽ അത് നമ്മളെ പ്രതികൂലമായി ബാധിക്കുന്നത് നമ്മുടെ ജീവിതത്തെ പൊതുവായിട്ടാണ്, എല്ലാ മേഖലയിലുമാണെന്ന്. അതുകൊണ്ട് തെറ്റായ സാഹചര്യങ്ങളെ സൂക്ഷിക്കുക, സംഭവിച്ചു പോയ തെറ്റിന് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുക.